നമ്മുടെ ഈ മീറ്റിംഗ്, ഈ ഒരു സ്റ്റഡി ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രതീക്ഷ എന്തായിരുന്നു? നമ്മളെല്ലാവരും നമ്മൾ ഈ തുടങ്ങിയ ഒരു ചിന്തകളുടെ ഒരു 150-200 പേര്, അപ്പോഴും നമ്മളൊരു 250 പേർക്കുള്ള കുടിക്കാനുള്ള വെള്ളവും സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നു. നമ്മുടെ രണ്ടാമത്തെ ഈ ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻ തുടങ്ങിയപ്പോൾ വളരെ പെട്ടെന്നാണ് നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെ ക്വാളിറ്റിയും സേഫ്റ്റിയും നിങ്ങൾ ഇത്രമാത്രം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ വിളിച്ചറിയിക്കലായി 2000-ഓളം ഇന്ന് നമ്മൾ ഈ കൂടിയിരിക്കുന്ന മനുഷ്യർ ഇവിടെ എത്തിപ്പെട്ടത്. പെട്ടെന്ന് ഇത് സംഘടിപ്പിച്ച നമ്മുടെ അലോഷ്യസും ടീമും ഒക്കെ പെട്ടെന്ന് ഒരു പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയത് എന്താണെന്ന് വെച്ചാൽ, 1-2 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും വെള്ളം കുടിക്കാനൊക്കെ ആഗ്രഹിക്കും. എവിടെ നിന്നാണ് ഇത് സംഘടിപ്പിക്കുക എന്നത്. എന്തായാലും ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് വളരെ പെട്ടെന്ന് അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാനും നിങ്ങൾ അത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. നമ്മുടെ സ്ഥാപനം എമർജൻസിയിൽ വരാവുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് മോക്ക് ഡ്രില്ല് വഴിയൊക്കെ സെറ്റാകുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അതിനുള്ള സ്റ്റോക്കുകൾ ഉണ്ടാവണമെന്ന് ചിന്തിച്ചു. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലൊരു പാൻഡമിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകാവുന്ന വലിയ ഒരു മാസ് കാഷ്വാലിറ്റി സിറ്റുവേഷനെ അല്ലെങ്കിൽ ആ ഒരു വലിയ പേഷ്യൻ്റ് ഫുട്ഫോളിനെ മെയിൻറ്റെയിൻ ചെയ്യത്തക്ക വിധത്തിൽ നമ്മുടെ കയ്യിൽ റിസോഴ്സ് ഉണ്ടോ, ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടാകുന്ന എക്വിപ്മെൻറ്റ്സ് ഉപയോഗിക്കപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ മെഡിസിൻസിൻ്റെ സ്റ്റോക്ക് ഇല്ലാതെ വന്നാൽ പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും. ആവശ്യത്തിനുണ്ടാവണം. ഇല്ലെങ്കിൽ അറേഞ്ച് ചെയ്യാനുള്ള റിസോഴ്സുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അത്രയും പേര് മാനേജ് ചെയ്യാനുള്ള നമ്മുടെ കൺസ്യൂമബിൾസും മെഡിക്കൽ ഐറ്റംസും നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നതാണ് COP 4C ഒരു കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റാണ്. പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഫോർ അവൈലബിലിറ്റി ഓഫ് മെഡിക്കൽ സപ്ലൈസ്, എക്വിപ്മെൻറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ് ഡ്യൂറിങ് സച്ച് എമർജൻസീസ്. അതാണ് ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ പറയുന്നത്. നമുക്കിവിടെ പെട്ടെന്ന് ഇത് പ്രിപ്പയർ ചെയ്യാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? നമുക്ക് അത്രയും റിസോഴ്സ് ഉണ്ട്. ഗ്രേപ്സിൻ്റെ ഒരു വലിയ ടീം തന്നെയാണ് നമ്മുടെ ഈ ഒരു സമൂഹത്തെ മാനേജ് ചെയ്യാനായിട്ട് അവിശ്രാന്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കുള്ള ആഗ്രഹം മാനേജ് ചെയ്യാൻ കഴിഞ്ഞതുപോലെ നമ്മുടെ ആശുപത്രിയിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങളെ മാനേജ് ചെയ്യാൻ കഴിയണം. COP കെയർ ഓഫ് പേഷ്യൻസ് 4C.